നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പ്യുവർ ബനാറസി സാരി കാണിക്കാം. ഒത്തിരി നാളായില്ലേ പ്യുവർ ബനാറസി കാണിച്ചിട്ട്. അപ്പം എനിക്ക് നല്ലൊരു ഐഡിയ ആസ് യൂഷ്വൽ ഇല്ല. ഇത് എല്ലാം ഒരു റേറ്റ് ആണോ വേറെ റേറ്റ് ആണോ എന്ന് സ്ക്രീനിൽ നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ 1570 റേറ്റ് കൂടിയതിൻ്റെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ അതെല്ലാം കൂടെ ഒന്നിച്ച് വെക്കുവാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു അല്ലേ. നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ്, നല്ല ഭംഗി കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എല്ലാ സാരിയും കാണിച്ചിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ നല്ല ഭംഗിയുള്ളതേ എടുക്കൂ. സത്യം, എന്നെക്കൊണ്ട് ഡ്രസ്സ് എടുപ്പിക്കുന്നത് ഭയങ്കര പാടാണ്. എന്നെ കസ്റ്റമറായിട്ട് കിട്ടുവാണെങ്കിൽ സെയിൽസ് ഗേളിന് ഭയങ്കര പാടാണ്. സ്ഥിരമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കടകളിലെ ആൾക്കാർക്കെല്ലാം എൻ്റെ ടേസ്റ്റ് അറിയാം. അത് വരുമ്പോൾ അവർ കറക്റ്റായിട്ട് പറയും, അല്ലാതെ എടുക്കുക എന്നാണ്. സത്യം ഞാൻ പറയാം, ഞാൻ വലിയ പുള്ളിയാന്ന് പറയുന്നതല്ല. എനിക്ക് ഒരു എത്ര കുറഞ്ഞത് ചിലരിങ്ങനെ ഓടി നോക്ക് ഇതിന് ഇത്രയും രൂപയേ ഉള്ളൂ, നോക്ക് എന്നാ നല്ലതെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ എടുക്കാൻ ഇഷ്ടമില്ല. നല്ലതല്ല ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഏമപ്പെടുത്തി പറയുന്നല്ലോ കേട്ടോ, ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇതാണ് മുന്താണി, കണ്ടാവോ? നല്ല സാരിയല്ലേ, നല്ല ഞാൻ പറയുന്നത് സിൽവർ ഡിസൈന്, സിൽവർ ബ്ലാക്ക് ഡിസൈൻ, അങ്ങനത്തെ ഒരു വീവിങ് ഇങ്ങനെ വരും. മുന്താണിക്ക് നല്ല ചോക്ലേറ്റ് ഷെയ്ഡ്, നല്ല എടുപ്പായിരിക്കും കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ. എൻ്റെ ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ഈ ബോർഡർ വരും കയ്യിൽ. ഉണ്ടോ? അടുത്തത് ഇതെല്ലാം ഒരു റേറ്റ് ആണോ ഇല്ലേ എനിക്കറിയത്തില്ല. അടുത്തത് ഇതിപ്പോൾ ഒരു മെറൂണിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്നാൽ തനി മെറൂൺ എന്ന് പറയാം. മെറൂണിനകത്തൊരു റാണി പിങ്ക് മിക്സ് കലർന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ഇല്ല, മെറൂൺ തന്നെയാണ്. എന്തോ ഇച്ചിരി ഒരു മെറൂണിൻ്റെ ഒരു എടുപ്പുള്ളൊരു കളർ കേട്ടോ. നമ്മളെപ്പോഴും കാണുന്ന ഒരു മെറൂൺ ഇല്ലേ, പിള്ളേരുടെ യൂണിഫോമിൻ്റെ ഒക്കെ ബ്രൗണും ക്രീമും ഇടുകയല്ലേ ചില സ്കൂളുകളിൽ, ആ ഒരു മെറൂൺ അല്ല, ആ ബ്രൗൺ അല്ല, മെറൂണും ബ്രൗണും രണ്ടാണേ. ആണോ? ആണല്ലേ. ചില സമയത്ത് വർക്ക് ചെയ്യുന്നില്ല, സാധനം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അല്ലേ ഭയങ്കര വർക്ക് ചെയ്യുന്ന പോലെ അതല്ലേ പറയാൻ വന്നേ. സാരില്ല, ഇത്ര എണ്ണത്തിനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അത് തന്നെ കേട്ടോ. മുന്താണിയുടെ ഡിസൈൻ കാണുമ്പോൾ പറയാം പിന്നെ രസമായി സാരി. എൻ്റെ പൊന്നെ, ഈ സാരിയുടെ എല്ലാം കളർ കോമ്പിനേഷൻസ് ഭയങ്കര രസമാണ്. കളർ ഡൈയിങ്, ഈ കളർ ബോഡി കളർ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് കാണിക്കാവോ? നല്ല രസമല്ലേ? ഒരുമാതിരി കളിയാക്കി ഫോൺ വീഡിയോ എടുക്കുന്നവരുണ്ടോ. ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാ, എന്നിട്ട് ആ ഒരു ബോർഡർ കയ്യിൽ മൊത്തം ഒഴിച്ച സാരി. അതിന് വേറെ ഉണ്ടോ നോക്കട്ടെ. ഇതാ ബോട്ടിൽ ഗ്രീനും മെറൂണും, റെഡിഷ് മെറൂണും, അല്ലെങ്കിൽ ചില്ലി റെഡ്. ചില്ലി ഇത് ഇച്ചിരി പൊക്കിപ്പിടിച്ചേ. ചില്ലി റെഡ് അല്ല, ചില്ലി റെഡാണ്. ഞാൻ വേറെ എന്തോ ആലോചിച്ച അതിൻ്റെ ഇടയ്ക്ക്. ബോഡിയെ കൂടെ ഉള്ള ബുട്ടായില്ലേ സിൽവറാണ്. ബോഡിയെ കൂടെ മാത്രമല്ല, ബോർഡറിൻ്റെ ബുട്ടായും സിൽവറാണ്. ചില്ലി റെഡ് എന്ന് പറയാം അല്ലേ? അത് മെറൂണോ, റെഡിഷ് മെറൂണാണോ? നല്ല കളറായിട്ടും എന്ത് കളർ. ചില്ലി റെഡ് ആണേലും ചില്ലി റെഡിൻ്റെ ഡാർക്ക് ആണേലും എന്നെ ഇത് എടുപ്പം നോക്ക്. ഇതിന് വന്നിട്ട് ഈ ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ആ ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ബോർഡർ അതാ വരുന്നത്. ഇത് കണ്ടോ, ആ ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ സൈഡിൽ ബോർഡർ ഉണ്ട്. അതും കൂടെ വന്നു കഴിയുമ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇവിടെ ഇത്രയും വന്നിട്ട് ഈ ഡാർക്ക് ബോർഡർ കയ്യ ബ്ലൗസ്, ബ്ലൗസിൻ്റെ കയ്യയിൽ ബോർഡറൊക്കെ ആയിട്ട് ഇതിവിടെ കൂടെ വരുമ്പോൾ നല്ല രസമല്ലേ? എന്നിട്ട് എന്നെ എടുക്കണം പറ. ഞാനിപ്പോൾ തപ്പിയെടുക്കുന്ന ആ സാരിയുടെ മിച്ചമുള്ളത്. ഇവിടെ ഉള്ളവരൊക്കെ ഒന്നും പറ്റത്തില്ല. പീച്ചും മെറൂണും ഞാനെന്ന് പറഞ്ഞ ആരാ അല്ലേ? അങ്ങനെയൊന്നും പറയരുത്. മടുപ്പ് കയറുമ്പോഴേ, ഇന്നിപ്പോൾ മൂന്നാമത്തെ വീഡിയോ കണ്ടാണേ, മടുപ്പ് കയറുമ്പം പറയുന്ന കേട്ടോ.
കൈയെല്ലാം ഭയങ്കരമായിട്ട് വേനെടുക്കും. ഒന്നാമത് ഈ കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ട്, അസ്വസ്ഥത. കഫക്കെട്ടുള്ളവർക്ക് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരട്ടെ, മാറാൻ നിൽക്കുന്നവർക്ക്. എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ അമ്മയാണേ. കിടന്നുറങ്ങില്ലേ, കിടന്നുറങ്ങും പെട്ടെന്ന് എഫക്റ്റീവ് ആട്ടോ. കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ്, കല്ലുപ്പോ അല്ലാത്ത ഉപ്പ് കൊണ്ടുവന്ന് തുറന്ന് വയ്ക്കാം. ഒരു ബൗളിനകത്ത് ഉപ്പ് കൊണ്ടുവന്ന് തുറന്ന് വെച്ചിട്ട് മുറി അടച്ചിട്ട് കിടന്നുറങ്ങണം. ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനെ വലിക്കാനുള്ള കഴിവുള്ളതാണല്ലോ ഉപ്പ്. നമ്മളിപ്പോൾ നീർക്കെട്ട് അങ്ങനെ ശരീരവേദനയൊക്കെ ഉള്ളപ്പോൾ ഉപ്പുള്ള വെള്ളത്തിൽ കുളിക്കത്തില്ല, അപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ കുറയും. എനിക്കൊക്കെ എന്ത് വ്യത്യാസമാണെന്നറിയാം, പെട്ടെന്നാണ് കുറഞ്ഞത്. വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഫാനിട്ട് തന്നെ കിടക്കുന്നതിന് കുഴപ്പമില്ല, മുറി അടച്ചിടുന്നതായിരിക്കും നല്ലത്. കാരണം ആ മുറിക്കകത്ത് നിൽക്കണം തങ്ങി. കണ്ടോ കണ്ടോന്ന് ഞാൻ ചോദിച്ചേ, കണ്ടോന്ന് ചോദിച്ചു. തല കെട്ടുക. ഇതാ ബ്ലൗസ് പിടിക്കുന്നില്ലേ? നിങ്ങൾ ഉഴപ്പാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഉഴപ്പാൻ തുടങ്ങും. മുന്നേ നിൽക്കുന്ന ആൾക്കാർ ഉഴപ്പി, അപ്പോൾ നമ്മളെല്ലാവരും ഉഴപ്പും. എൻ്റെ നഖം കട്ട് ചെയ്തിട്ടേ ഇച്ചിരി ഇവിടെ ഒരു കൂർമന പോലെ ഉണ്ടേ, അത് കയറി ഉടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ലാവണ്ടർ വിത്ത് ഗ്രീൻ. നല്ലതല്ലേ? സാരി മൊത്തം അഴിച്ചു ചിരിക്കുക. ബ്ലൗസ് ഇനി വേറെയാണേ. പിന്നെ റേറ്റ് വ്യത്യാസമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സെൽഫാണ്, മറ്റേത് കോൺട്രാസ്റ്റ് അല്ലായിരുന്നോ? ഇപ്പൊ സെൽഫാണ്. നല്ല മാംഗോ യെല്ലോ. എന്താണ് ഇത്? നല്ല കളറ് തോന്നിക്കുന്ന കളറാട്ടോ, നല്ല കളറെടുപ്പ് തോന്നിക്കും. ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ജക്കാർഡ് വീവിങ് വരുന്ന, തിരിഞ്ഞു പോയോ? ഇത് മുന്താണിയല്ലേ? ബ്ലൗസ് ഇത് വരും ബ്ലൗസ്. ബ്ലാക്ക്. നല്ല ഡാർക്ക് എന്താ പറയുക, ജെറ്റ് ബ്ലാക്ക് കളറാണേ. ഇതിന് നല്ലതായിട്ട് ചേരുന്നതുണ്ടല്ലോ ബ്ലാക്ക് മെറ്റലിന്റെ ഓർണമെന്റ്സ് ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. സിൽവറും ബ്ലാക്കും കൂടെ കൂടിയ കോമ്പിനേഷൻ. എല്ലാവരുടെയും മാനം വഹിക്കുന്ന സാധനമാണ്. കണ്ടോ? എനിക്ക് എന്നാ ഇഷ്ടമാണെന്നറിയോ? ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ പിണക്കം വരും. എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കടയുടെ ഇനാഗുറേഷൻ എടുക്കാൻ നടന്നപ്പോൾ അല്ലെങ്കിൽ ഈ സാരി സുലഭമായിട്ട് അന്നൊക്കെ കിട്ടുമായിരുന്നേ. അന്നും അപ്പം മാത്രമില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനാഗുറേഷൻ ഞാൻ സാരി ഒന്നും കൊടുത്തില്ല. ഞാനൊരു സാധാരണ മോഡാളിൻ്റെ ചുരിദാർ എടുത്തിട്ട് എനിക്കന്ന് 2-3 ദിവസത്തെ അലച്ചിൽ കാരണം തലവേദനയും മൈഗ്രെയിനും എല്ലാം ഇളകി ആകെ വല്ലാതെ. എന്നാ രസമാണോ! ഞാൻ എൻ്റെ ആത്മാവ് പറഞ്ഞു കേട്ടോ. ആരെ കൊണ്ട് പഠിപ്പിക്കാൻ ഇത് ഫോഴ്സ് ചെയ്യിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾക്ക് നേരത്തെ ഈ സാരി ഒത്തിരി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇവിടുത്തെ ഇതില്ലേ റെഡ്, അതിൻ്റെ സ്ഥലത്ത് പല പല കളർ വരുന്നത്, ഗ്രീന്, ആഷ്, പിന്നെ നേവി ബ്ലൂ, പർപ്പിൾ, അതെല്ലാം വരുന്നുണ്ട്. ഇത് കണ്ടോ? എന്താണ് കണ്ടാവോ? രസമല്ലേ? നമുക്ക് ഇതിന് കിട്ടുന്ന എടുപ്പ് എവിടെ കിട്ടും? നിങ്ങളായിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ. അതിഷ്ടമില്ല? ഇഷ്ടമില്ലെന്ന് വലിയ ചാടയ്ക്ക് പറയുമ്പോൾ ആലോചിച്ചിട്ട് പറയണം, ചുമ്മാ പറയരുത്.
ഇതാ ബ്ലൗസ് ഇത് അതിന് ഇതുണ്ട്, ബോർഡർ ഉണ്ട് കണ്ടോ, അടിപൊളിയായിരിക്കും. അപ്പം ഇവിടുത്തെ ലൈറ്റും ബ്ലൗസിൻ്റെ ഡാർക്ക്നെസ്സും എല്ലാം കൂടെ കൂടുമ്പോൾ നിവിൻ പോളിയുടെ സിനിമയ്ക്കകത്തെ പോലെ എൻ്റെ സാറേ ഒരു മിക്സായിപ്പോയി. ഇത് മുമ്പേ ആദ്യം അതിന് മുന്നേ കാണിച്ചതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ബ്ലാക്ക് ഒക്കെ കാണിച്ചില്ല, അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ഭയങ്കര ഇതായിട്ടിരിക്കുക. ഞാൻ തിരിച്ചാണ് കാണിക്കുന്നത്. ഇതാണ് മൂത്താണ് കേട്ടോ. നല്ല വാടാമുല്ലയുടെ ഒരു ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ബ്ലൗസ് വരുമ്പോൾ ഇത് വരും. കോഫി ബ്രൗൺ വിത്ത് സിൽവറിനോ ഈ ബ്ലാക്ക് മെറ്റലിന് വരുന്ന ഒരു കളറില്ല, ആ ഒരു കളറ് ഞാനത് ഓരോന്നോ നോട്ട് കാണിച്ചില്ലാലും നിങ്ങൾക്ക് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായില്ല. എന്താണ് ഇത്? ഇനി കുറെ അടിപൊളി കുർത്തീസാണ് കാണിക്കുന്നത്. മീൻസ് വോയിസ് ഓവർ ആയിട്ടാണ് കാണിക്കുന്നത്, ഇട്ട് കാണിക്കുന്നത്. പ്രീമിയം കളക്ഷൻസ് കുർത്തീസാണ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഷോപ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന കളക്ഷൻസിനകത്തെ കുറച്ചൊന്നും കാണിക്കുന്നത്. പ്രീമിയം കളക്ഷനാണ് കേട്ടോ. പ്രീമിയം കളക്ഷനാണെന്ന് പറഞ്ഞോണ്ടാ ശരിയാണ്. പ്രീമിയം കളക്ഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹൈ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഈ എല്ലാം ബിലോ 1000 ആണ്. ചിലത് മാത്രമേ ഉള്ളൂ എബവ് 1000. എബവ് 1000 എന്ന് പറഞ്ഞാൽ 1300 ആ ഒരു റേറ്റ് മാക്സിമം വരുന്നുള്ളൂ. പാർട്ടി വെയർ ആയിട്ടും അങ്ങനെയൊക്കെ ഇടുന്ന സാരികളെല്ലാം ബിലോ 1000 ആണ്. സാരിയല്ല, കുർത്തി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തേത്. ഈ കുർത്തിയും കൂടെ ഒന്ന് കാണാം. കുർത്തി ഞാൻ റിസോർട്ട് എടുത്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നെങ്കിൽ ഒത്തിരി താങ്ക്ഫുൾ ആയനെ. ഷെയർ ഇങ്ങനെ ചെയ്താൽ മതിയോ? ഇതൊന്നും കാണിക്കില്ല. ഒന്ന് ഷെയർ ചെയ്യാമോ? നമുക്ക് ഗീവ് അവേ വെച്ചിട്ട് ഷെയർ ചെയ്യിപ്പിക്കാം. ചുമ്മാ ഷെയർ അങ്ങോട്ട് ഒരെണ്ണം കൊടുക്കുമ്പോൾ ഇങ്ങോട്ടൊരെണ്ണം തരുമ്പോൾ അങ്ങോട്ടൊരെണ്ണം കൊടുക്കണ്ടേ? ഞാൻ ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഷെയർ ഒക്കെ ചെയ്തൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ. അതിനിങ്ങനെ ആശാത്തിക്കൊന്ന് ഊട്ടിയിരുന്നിട്ട് വേണ്ട. എന്തുവാ എനിക്ക് എപ്പോഴും ഇങ്ങനെ പറയാനേ നേരമുള്ളൂ അല്ലേ? ഞാൻ പറിച്ചു നിർത്തി. എനിക്ക് വലിയ ബിസി ഒന്നും ഇല്ലോട്ടെ. നമ്മുടെ ചുമ്മാ ഇങ്ങനെ ബേസിക്കായിട്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ എനിക്ക് വെറുതെ ഒരു പരിപാടിക്ക് ചുമ്മാ എനിക്കൊരു തിരക്കും കിട്ടും. ഞാൻ എൻ്റെ ബ്രെയിനോട് രജിസ്റ്റർ ചെയ്താൽ ഞാൻ എപ്പോഴും തിരക്കാന്ന് പറഞ്ഞേ ഓവർ തിരക്കായി പോകുന്നു. അതുകൊണ്ടാണ് ഇസബെല്ലയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് കളക്ഷൻസ് ആണ്. പ്രീമിയം കുർത്തീസാണ്. ഇതൊരു ഫ്രോക്ക് മോഡലായിട്ട് ഇടാം, കുർത്തിയായിട്ടും ഇടാം. സൈഡിൽ ഇങ്ങനെ ഗാദേഴ്സ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു കുർത്തി. ഇത് നമ്മുടെ ടസറാണ്. ഹാൻഡ് വാഷ് പറ്റത്തില്ല, ഇതേ പറ്റുള്ളൂ. എന്തുവാ ഡ്രൈ വാഷേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ കളറ് നോക്കിയിരുന്നു പോയി. അത് തന്നെ 2 കളറിൽ, വേറൊരു കളറിലും കൂടെ ഉണ്ട്. ഒനിയൻ്റെ ഒന്ന് ലാവൻഡർ ഷെയ്ഡ് ഡാർക്ക്, ഒന്ന് ഇത് ഒനിയൻ്റെ ഷെയ്ഡ് ഡാർക്ക് ഒനിയൻ ഷെയ്ഡ്. നല്ല ഭംഗിയാണ്. പാർട്ടി വെയർ ആയിട്ട് ഇടാം. ഇതിന് ചേരുന്ന ഒരു ഷോളും ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗെറ്റപ്പായി. നെക്കിൽ നല്ല ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ടെസറിൻ്റെ ചുരിദാർ സെറ്റ് വാങ്ങിക്കുന്ന വെച്ച് നോക്കുമ്പം ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത് മൊഡാളാണ്, സെമി മൊഡാളിൻ്റെ 3 പീസ് സെറ്റാണ്. ടോപ്പ് ബോട്ടം ഷോള്. ഇത് ഷോളാണ് കണ്ടോ, നല്ല വയലറ്റ് കളറിൽ നല്ല എട്ടിപ്പുള്ള ഷോളാണ്. ടോപ്പാണെങ്കിലും നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡ് ഷോള്. വയലറ്റ് കളറ് ബോട്ടം, സിഗരറ്റ് ബോട്ടം വരുന്നു. ഇതൊരു ഡെയിലി വെയർ നല്ല സിമ്പിൾ റയോൺ കുർത്തിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ കാണാനും ഭംഗിയാണ്, അതുപോലെ തന്നെ ധരിക്കാനും ഭംഗിയാണ്. ഇത് അതിൻ്റെ തന്നെ മറ്റൊരു കളറ്. റയോൺ ആണ് മെറ്റീരിയൽ. പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇടാൻ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല റയോണിൻ്റെ നല്ല ഗേജുള്ള മെറ്റീരിയൽ. ചുമ്മാ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സൈസ് മെറ്റീരിയലല്ല, നല്ല ഗേജുള്ള നല്ല മെറ്റീരിയലാണ്. ഇതെല്ലാം ബിലോ 1000 ആണെന്നാണ്, ബിലോ 1000 റേറ്റാണ്. പ്രീമിയം കളക്ഷനിൽ പെട്ടതാണ് അത്. അതിനകത്ത് ഒന്നെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റി കൂടുതൽ കാണും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് എന്താ പറയുന്നത് മോഡൽസ് കൂടുതൽ കാണും. അങ്ങനെയാണ് പ്രീമിയം കളക്ഷനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇതൊരു ജാക്കറ്റ് ഉള്ള കുർത്തിയാണ്. കലങ്കാരിയാണ് ജാക്കറ്റായിട്ട് വരുന്നത്. ഉള്ളിൽ
ഫോക്സ് ജോർജറ്റിൽ കൈ സ്ലീവിൽ അല്ല സോറി നെക്കിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ട്, നിങ്ങൾക്കത് സ്ലീവ്ലെസ് ആയിട്ട് ഇടേണ്ടവർക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടാം, കാഷ്വലായിട്ട് അത് ഇച്ചിരി ഫോർമൽ ആവണമെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് കൂടെ കൂട്ടി ഇടാം. ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്തിരിക്കുന്നതാണ്. ഹാൻഡ് വർക്ക് ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആ നെക്കിൽ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയാണ് കാണാൻ. ഉള്ളിലത്തെ കളർ ലാവൻഡർ. ഇതിപ്പം അതിൻ്റെ തന്നെ വേറൊരു മോഡൽ. ജാക്കറ്റ് വന്നിരിക്കുന്നതും ജോർജറ്റ് കൊണ്ട് തന്നെയാണ്. ഫ്രണ്ടിൽ ചെറിയ ഗാദേഴ്സും നല്ല ഹാൻഡ് വർക്കും കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് അത് സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിലും ഇടാം, വിത്ത് സ്ലീവോട് കൂടി ഇങ്ങനെ ജാക്കറ്റായിട്ട് വേണമെങ്കിലും ഇടാം. നല്ല ഭംഗിയാണ്. ജോർജറ്റാണ് മെറ്റീരിയൽ. ഒരു സൈസ് പീച്ചിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നല്ല ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. സിമ്പിളായിട്ട് വേണമെങ്കിലും ഡെയിലി ഇടുന്ന ക്യാഷ്വലായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ വേണമെങ്കിലും ഇടാവുന്ന രീതിക്കാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഒരു കോട്ടൺ കുർത്തിയാണ്. വെറുതെ ഒരു കുർത്തി, സിമ്പിൾ കുർത്തി. ഇങ്ങനെ കീഴോട്ട് ലൈൻസ് പോയിരിക്കുന്ന കുർത്തിയാണ്. കോട്ടൺ, പ്യുവർ കോട്ടൺ ആണ്. അത് പ്രീമിയം കളക്ഷനകത്ത് വന്നേ ഉള്ളൂ. ഇത് നല്ലൊരു കുർത്തിയാണ്. ജോർജറ്റാണ് മെറ്റീരിയൽ. അതിൻ്റെ ആ നെക്കിൽ വന്നിരിക്കുന്ന വീനക്ക് ഹൈനെക്കായിട്ട് വന്നിരിക്കുക. എന്നിട്ട് നല്ല ഹാൻഡ് വർക്ക്, ഗ്ലാസ് വർക്ക് എല്ലാം നെക്കിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഈ കുർത്തി കാണാൻ. പക്ഷേ ഇതിൻ്റെ സൈസ് ഇപ്പോൾ XL, XXL മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത്ര നല്ല ഭംഗിയാണ്. ഫ്രണ്ടിലും ബാക്കിലും, നെക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഹാൻഡ് വർക്ക് ചെയ്ത് വളരെ മനോഹരമാണ്. പിന്നെ അടുത്ത അതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് ഇത്. സിൽക്കി ജോർജറ്റ് അല്ലെങ്കിൽ ജിംചു എന്ന് പറയുന്ന മെറ്റീരിയൽ വരുന്ന ഒരു ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേൺ ആണ്, മെറ്റീരിയലിന് മാത്രം ചെറിയൊരു വ്യത്യാസം.